ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വിശ്വാസ പരിശീലനത്തിൻ്റെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് വളരെയേറെ സന്തോഷപൂർവ്വം നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10+2 പരീക്ഷയുടെ ചൂടിലാണ് നമ്മളെല്ലാവരും. നിങ്ങൾക്കെല്ലാവർക്കും നല്ല പ്രാർത്ഥനാ ദിനങ്ങളും നല്ല വിജയാശംസകളും രൂപതയുടെ വിശ്വാസ പരിശീലന വിഭാഗത്തിൽ നിന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നോമ്പ് കാലത്തിൻ്റെ മറ്റൊരു ഞായറാഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും വചനം നമ്മോട് പറയുന്ന വ്യത്യസ്തമായ ആശയങ്ങളാണ്. പാപപരിഹാരത്തെക്കുറിച്ച്, പ്രായശ്ചിത്തത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഞായറാഴ്ച ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്നത് പിടിക്കപ്പെട്ട വ്യഭിചാരിണിയുടെ ഒരു ഹൃദയസ്പർശമായ ജീവിതാനുഭവമാണ്. ഈ വചനത്തിൻ്റെ ശീർഷകം നോക്കിയാൽ തന്നെ അറിയാം, പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്നുള്ളതാണ്. പിടിക്കപ്പെട്ട വ്യഭിചാരിണി നമ്മെ ചിന്തിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും പല കാര്യങ്ങളാണ്. ഒരു പുതിയ ജീവിതം ക്രിസ്തുവിൽ ആരംഭിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരി ക്രിസ്തുവിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ക്രിസ്തു തിരഞ്ഞെടുക്കുന്ന ചില ജീവിതാനുഭവങ്ങളെ കൂടെ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളത് വായിച്ച് കേൾക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വചനഭാഗമാണ്. യോഹന്നാൻ്റെ ഭാഷയോ യോഹന്നാൻ്റെ രീതികളോ അല്ല ഈ വചനഭാഗത്തിന്. ചിലരെങ്കിലും പറയാറുണ്ട്, ലൂക്കാ സുവിശേഷകൻ എഴുതി വെച്ചൊരു വചനം പിന്നീട് കടമെടുക്കപ്പെട്ടതാണെന്ന് പോലും. അതിൻ്റെ അർത്ഥം ചില ജീവിതാനുഭവങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ചില സുവിശേഷകന്മാർ ഉപയോഗിക്കുന്ന വാക്കുകളും ചില ആശയങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂടുതൽ പ്രതിഫലിക്കുകയാണ്. ഇന്ന് ഈ വചനഭാഗം വായിക്കപ്പെടുമ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങളോട് ഏറ്റവും സ്നേഹപൂർവ്വം പറയാനുള്ളത്. ഒന്നാമത്തെ ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ചാണ്. രണ്ടാമത്തേത് നമ്മൾ പോലും അറിയാതെ നമ്മെ സഹായിക്കുന്ന ചില മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോടതി വിധി പോലെയോ ഒരു നിയമം പോലെയോ ഒന്നുമല്ല. അതിനപ്പുറം ദൈവത്തിൻ്റെ കരുണയുടെ വിധി നമ്മുടെ ചുറ്റുമുണ്ട്. ഈ വചനഭാഗത്തിൽ ഈ സ്ത്രീ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് കുനിഞ്ഞിരിക്കുമ്പോൾ ഈശോ മറ്റുള്ളവരോട് ചുറ്റും പറയുന്നുണ്ട്, നിങ്ങൾ പാപം ചെയ്യാത്തവൾ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ വിധിക്കാതെ വിധി പറയുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മൾ ഈ വചനഭാഗത്തിൽ കാണുന്നത് പോലും. ദൈവത്തിൻ്റെ വിധി ഒരിക്കലും ഒരു ശിക്ഷയല്ല. അതൊരിക്കലും നമ്മൾ കാണുന്ന ശാപത്തിൻ്റെയോ കഠിനമായ ജീവിത രീതിയുടെ വഴികളോ അല്ല. അതിനപ്പുറം ദൈവത്തിൻ്റെ കരുണ അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു രോഗം വന്നാൽ നമ്മളൊക്കെ പറയാറുണ്ട്, ദൈവത്തിൻ്റെ ശാപമാണ്. ചിലരെങ്കിലും പറയാറുണ്ട്, പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ഇത് ദൈവം തന്ന ഒരു ശിക്ഷയാണ്. ഒരു മനോഹരമായ വിവാഹം മുടങ്ങിപ്പോയി, നമ്മൾ ദൈവത്തിനെതിരെ പരാതികൾ പറയും. ഒരു മാരകമായ രോഗം വന്നു, നമ്മൾ നിരാശകൾ പൂണ്ട് ചിലപ്പോഴൊക്കെ ഒരു ശവക്കല്ലറുകൾ പോലെ നമ്മൾ ആയി പോവാറുണ്ട്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വിധി നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈശോ ഈ സ്ത്രീയെ ശിക്ഷിക്കുന്നത് ഒരിക്കലും വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ഈ കരുണയുടെ വ്യക്തികളാകാൻ ഈ നോമ്പുകാലം നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ വിധിക്കാതെ നമുക്ക് വിധിക്കാൻ പറ്റണം. അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഹൃദയങ്ങളെ സ്വന്തമാക്കാൻ പറ്റണം. എന്നെ ശിക്ഷിക്കുന്നവനെ തിരിച്ച് സ്നേഹിച്ചുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റണം. ഇതാണ് ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, നമ്മൾ പോലും അറിയാതെ നമ്മെ സഹായിക്കാൻ വരുന്ന ചില മനുഷ്യരൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു ജനക്കൂട്ടം മുഴുവൻ ഈ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവരെല്ലാവരും പറയുന്നു, ഇവൾ പാപം ചെയ്തിട്ടുണ്ട്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമോ വേണ്ടയോ? യേശുവിൻ്റെ മറുപടി എന്താണ്? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. പിന്നെ നോക്കുമ്പോൾ ആരും അവിടെയില്ല. ഈശോ മറുപടി പറയുന്നു, സ്ത്രീയെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. മനോഹരമായൊരു ജീവിതാനുഭവം ഈ ദിവസങ്ങളിൽ വായിക്കാനിടയായി. അമേരിക്കയിലെ പ്രസിദ്ധമായ ജെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പൈലറ്റിൻ്റെ ജീവിതാനുഭവമാണ്.
ഇദ്ദേഹം വിയറ്റ്നാം വാറിൽ മനോഹരമായി വിമാനങ്ങൾ പറത്തി ശത്രു സൈന്യത്തെ തോൽപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് ശത്രു സൈന്യത്തിൻ്റെ ഒരു മിസൈൽ ഇദ്ദേഹത്തിൻ്റെ വിമാനത്തിൽ പതിക്കുന്നു. ഈ വിമാനം തകർന്ന് ശത്രുപാളയത്തിൽ വീഴുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹം തൻ്റെ പാരച്യൂട്ട് നിവർത്തി ഈ വിയറ്റ്നാമിൻ്റെ ഈ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് സംഭവിക്കുന്ന ഇദ്ദേഹം ജയിലടയ്ക്കപ്പെടുന്നു. 6 വർഷക്കാലം ഇദ്ദേഹം കഠിനമായ പീഡയിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഈ 6 വർഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും തൻ്റെ സങ്കടങ്ങളെക്കുറിച്ചുമൊക്കെ ഈ അമേരിക്കൻ ജനതയോട് അദ്ദേഹം വിവരിക്കുകയാണ്. ഈ വിവരണത്തിനിടെ ഇദ്ദേഹം പറയുന്ന മനോഹരമായ ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമുണ്ട്. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വിരുന്നുശാലയിലേക്ക് പോവുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഏകദേശം ഒരു 4 കസേരകൾക്കപ്പുറം ഒരു മനുഷ്യനെ ഇയാളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇദ്ദേഹം പതുക്കെ ഇവരുടെ മുൻപിലേക്ക് വന്നു ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, താങ്കളല്ലേ ചാൾസ് പ്ലംബ്? ഈ മനുഷ്യൻ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. താങ്കളല്ലേ വിയറ്റ്നാം വാറിൽ പങ്കെടുത്ത മനുഷ്യൻ? അത് ഞാൻ തന്നെയാണ്. താങ്കളുടെ വിമാനമല്ലേ തകർക്കപ്പെട്ടതും ഒരു പാരച്യൂട്ടിലിറങ്ങി പിന്നീട് വിയറ്റ്നാം ജയിലിൽ അടയ്ക്കപ്പെട്ടതൊക്കെ? അദ്ദേഹം പറഞ്ഞത് ഞാൻ തന്നെയാണ്. താങ്കൾക്ക് എന്നെ എങ്ങനെ ഇത്ര വ്യക്തമായിട്ടറിയാം? ഇദ്ദേഹം പറഞ്ഞു, താങ്കൾ കയറിയ വിമാനത്തിൽ പാരച്യൂട്ട് ഒരുക്കിയത് ഞാനാണ്. നമ്മൾ പോലും അറിയാതെ നമ്മെ സഹായിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ചില പാരച്യൂട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ചിലപ്പോൾ മാനസികമായൊരു പാരച്യൂട്ടായിരിക്കാം, ചിലർക്ക് ഭൗതികമായിരിക്കാം, ചിലർക്ക് ആത്മീയമായിരിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ഒരു സഹായം അരുളുന്ന ഒരു പാരച്യൂട്ടാകാൻ നമുക്ക് പറ്റണം. ഒന്ന് ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമാകുമെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം. ക്ഷമയുടെ ഒരു പാരച്യൂട്ടാകാൻ നമുക്ക് പറ്റണം. കരുണയുടെയും നീതിയുടെയും ഒരു പാരച്യൂട്ടാകാൻ നമുക്ക് പറ്റണം. അങ്ങനെ നോമ്പ് കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ചില നിമിഷങ്ങളുടേതാക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈശോ നമ്മെ എല്ലാവരെയും ഈ പരിഹാര ദിനങ്ങളിലേക്ക് നയിക്കുകയും അവൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഏവർക്കൊരിക്കൽ കൂടെ ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.